അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ അധികം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊന്നും അങ്ങനെ കളിക്കാത്ത ആളാണ്. പക്ഷേ ഇന്നലെ ഞാൻ നമ്മുടെ മജ്ലിസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നു. പോയി അധ്വാനിച്ച് തിന്നൂടെ, ജനങ്ങളെ പറ്റിക്കാൻ നടക്കുകയാണ്, ഏതാണ് പുതിയ അവതാരം എന്നൊക്കെ വെച്ചിട്ട് സുബ്ഹാനല്ലാഹ്, അവരും പറച്ചോടുകൂടി ആയിക്കോളും. എനിക്കത് ഹൈറാണ്, അൽഹംദുലില്ലാഹ്, അൽഫുമാറ. പറഞ്ഞു വന്നത്, ഇന്നത്തെ കാലഘട്ടം വളരെ മോശം പിടിച്ച കാലഘട്ടമാണ്. സാധുക്കളായ ആളുകൾക്കൊക്കെ രക്ഷപ്പെടണമെന്നുണ്ട്, എവിടെ പോയാലും രക്ഷപ്പെടുക എന്നുള്ള ഓടിപ്പാച്ചിലാണ്. ഇൽമ് കുറവാണ്, ഇബാദത്ത് കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. അങ്ങനത്തെവർ പോയി അവിടെ ഇവിടെയും പോയി പെടണ്ട. കുറേ ജിന്നുകളും ശൈത്താനിയത്തും സേവകളും അതുപോലെ കള്ളത്തൊരീക്കത്തിൻ്റെ ഒക്കെ കാലഘട്ടമാണ്. ഞാൻ ചെറുപ്പത്തിൽ നന്നായിട്ട് കിതാബ് ഓതി പഠിച്ച വലിയ ഉസ്താദുമാരുടെ കീഴിൽ നല്ല പോലെ വർഷങ്ങളോളം കിതാബ് ഓതി പഠിച്ച, ഹക്ക് ഏതാണ്, ബാത്തിൽ ഏതാണ്, ഹലാൽ ഏതാണ്, ഹറാം ഏതാണെന്നൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചതാണ് ഉസ്താദന്മാർ. അൽഹംദുലില്ലാ, അല്ലാഹു എൻ്റെ ഉസ്താദന്മാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ, മൺമറഞ്ഞവർക്കൊക്കെ അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. പറഞ്ഞു വന്നത്, നമ്മുടെ ഇവിടെ നടക്കുന്ന മജ്ലിസ് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച മജ്ലിസ് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ മഗ്‌രിബിന് ശേഷം ഇവിടെ നടക്കും. കഴിയുന്നവരൊക്കെ, താല്പര്യമുള്ളവർ മാത്രം വേണമെങ്കിലൊക്കെ വന്ന് പങ്കെടുത്തോളി. കാരണം ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് നടത്തി, എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിലെ ഖുത്ബിയത്ത് നടക്കുന്നതാണ്. ആ ഒരു പാരമ്പര്യത്തിലൂടെ ഞാനിങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. എൻ്റെ ഉസ്താദുമാരുടെ സമ്മതവും അവരുടെ പൊരുത്തൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ നടത്തിയിരുന്ന ആ ഒരു ഖുത്ബിയത്തിൻ്റെ രീതിയിലാണ്, ആ ഒരു അച്ചടക്കത്തിലും ആ ഹുർമത്തിലൊക്കെയാണ് നമ്മുടെ മജ്ലിസൊക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതിലൊക്കെ വരുന്നവർക്ക് വലിയ ഫലങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ വീണ്ടും പറയണം, അത് എൻ്റെ ശരീരത്തിൻ്റെയോ എൻ്റെ കറാമത്തൊന്നും നിങ്ങൾ കണക്കാക്കേണ്ട. ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്. ഞാൻ നന്നാവാൻ വേണ്ടിയിട്ട് എനിക്കെതിരെ കമൻ്റ് ഇടുന്നവരൊക്കെ ദുആ ചെയ്യണം. കാരണം നിങ്ങളുടെ അത്ര ഇൽമും നിങ്ങളുടെ അത്ര അമലുകളൊന്നും ഇല്ലാത്ത പച്ച സാധു മനുഷ്യനാണ്. അപ്പോൾ പ്രത്യേകിച്ച് ദ്വാരക്കുക. നിങ്ങൾ ആരും 5 പൈസ എനിക്ക് തരണ്ട. ഇവിടെ വരുന്നവർക്കൊക്കെ അൽഹംദുലില്ലാഹ് പായസം സ്വീകരണമായിട്ട് വരുമ്പോൾ പായസം കൊടുക്കും. തിരിച്ചു പോകുമ്പോൾ നല്ല ഭക്ഷണം വയറ് നിറച്ച് കൊടുക്കും. അതിന് പുറമെ എന്നാൽ കഴിയുന്ന വിധം എല്ലാ മാസവും ഇവിടെ സ്ത്രീകൾക്ക് ഒരു തയ്യൽ മെഷീൻ കൊടുക്കുന്നുണ്ട്, എല്ലാ മാസവും കൊടുത്തു വരുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഭർത്താക്കന്മാരില്ലാത്തവരുണ്ട്, അവരൊക്കെ സ്വന്തമായിട്ട് ജീവിച്ചോട്ടെ, എങ്ങനെയൊക്കെ ജീവിച്ചു പോട്ടെ എന്ന് വെച്ചിട്ട് അവർക്കൊരു സ്വയം തൊഴിൽ എന്നുള്ള ലെവലിൽ തയ്യൽ മെഷീൻ കൊടുക്കുന്നുണ്ട്. അതിലുപരി നിസ്കാരക്കുപ്പായങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ആണുങ്ങൾക്ക് ഓരോ ചാക്ക് അരി എല്ലാ മാസവും ഇൻഷാ അല്ലാഹ് ഈ മാസം മുതൽ കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എന്നാൽ കഴിയുന്ന വിധം ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ വലിയൊരു മുതലാളിയുടെ മകനായിട്ട് തന്നെ ജനിച്ചത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അറിയാം. ഇഷ്ടംപോലെ സ്വത്ത് മുതലൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതൊന്നുമല്ല എൻ്റെ ലക്ഷ്യം. അൽഹംദുലില്ലാഹ്, എൻ്റെ ഉപ്പ കയറ്റിയൊരു പള്ളി അവിടെ ഉണ്ട്. അതിൽ കുറച്ച് മുത്തഅല്ലിമീങ്ങളെയും കുറച്ച് ഹിഫ്ളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് വലുതാവാൻ വേണ്ടി, നല്ല സ്ഥാനത്തെത്താൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ദുആരക്കണം. നിങ്ങളൊന്നും 5 പൈസ തരണ്ട. അധ്വാനിച്ച് ജീവിക്കാൻ പറയുന്നുണ്ടല്ലോ പലരും. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് നേരം ഇരിക്കും. ഞാൻ രാവിലെ ഒരു 10 മണി മുതൽ ഇവിടെ ഇരുന്നാൽ പലരും എന്നെ കാണാൻ വരും. അൽഹംദുലില്ലാഹ്, രാത്രി ചിലപ്പോൾ 9-10 മണിയാവും ഞാൻ ഇവിടെ നിന്ന് നീക്കുമ്പോൾ. ഉച്ചയ്ക്കൊക്കെ ചിലപ്പോൾ ചെറിയ ഗ്യാപ്പിനനുസരിച്ചിട്ടാണ് പോയി ചോറ് വയ്ക്കുന്നത്. അത്രത്തോളം അധ്വാനിക്കുന്ന, കാലിമിനൊക്കെ നീര് വരുന്നുണ്ട്. നിങ്ങളൊക്കെ ദ്വാരക്കുക, ആഫിയത്തിനൊക്കെ വേണ്ടിയിട്ട്, ദീനിനൊക്കെ വേണ്ടിയിട്ട് പലതും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു ഖലാക്കിയ പോലെയല്ലേ വരുള്ളൂ. അപ്പോൾ നമ്മുടെ മജ്ലിസൊക്കെ ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേരട്ടെ. ഒരുപാട് ആളുകൾക്ക് എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടാവണം. കുറേ ജീവിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ജീവിച്ചതിനൊരു അഡ്രസ്സ് ഉണ്ടാക്കണമെങ്കിൽ എന്നെക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം വരണം. അതിനൊക്കെ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കുക. കഴിയുന്നവരൊക്കെ നാളെ ഒന്ന് പങ്കെടുത്തോളി. അതുപോലെ പ്രത്യേകിച്ച് പറയാനുള്ളത് മുഅ്മിനീങ്ങളോടാണ്. നിങ്ങൾ എൻ്റെ മാത്രമല്ല, എൻ്റെ പോട്ടെ, വേറെ ഏതെങ്കിലും ഉസ്താദന്മാരുടെ അടിയിലൊക്കെ പോയി കമൻ്റ് ഇടുമ്പോൾ ഒരു പക്ഷേ നിങ്ങളത് എഴുതിയിട്ട് അങ്ങോട്ട് പോകും. നല്ല ശ്രദ്ധിക്കേണ്ട വിഷയം. ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ ഒരു പക്ഷേ അത് ഒറ്റ കാരണമാവും. നിങ്ങൾ എഴുതിയിട്ട് എന്തെങ്കിലും വല്ല റെക്കമെൻഡുകളോ അല്ലെങ്കിൽ മോശപ്പെട്ടതോ അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കുന്നോ എഴുതിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, കാലങ്ങളോളമായിട്ട് അത് അവിടെ കിടക്കും. വരുന്നവരൊക്കെ അത് വായിക്കും, നിങ്ങളുടെ കമൻറ്റുകൾ അത് വായിക്കും. ഒരു പക്ഷേ അത് നിങ്ങളുടെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ അത് മതിയാവും. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളോടാണ് ഞാൻ പറയുന്നത്, നല്ല ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒരു വിഷയത്തിലും ഒരു ഉസ്താദന്മാരാവട്ടെ, ഒരു തങ്ങന്മാരാവട്ടെ, ഒരു ഉസ്താദന്മാരാവട്ടെ, അത് അവരും പടച്ചോനും കൂടി ആയിക്കോളും.
നമ്മൾ നമ്മുടെ ദുനിയാവും ആഖിറവും നമ്മുടെ ഈമാൻ നമ്മൾ സംരക്ഷിക്കുക. പ്രത്യേകിച്ച് ദ്വാലൊക്കെ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ നബി